ബ്രിട്ടനെ ലക്ഷ്യം വെച്ചെത്തിയ കപ്പൽ എന്തിനെത്തി, എപ്പോൾ എത്തി എന്ന് ചോദിക്കുന്നില്ല. പക്ഷെ ആ കപ്പൽ റഷ്യ അയച്ച ചാരക്കപ്പൽ തന്നെയെന്ന് ഞങ്ങൾക്കറിയാം. അങ്ങേയറ്റം അപകടകരമായ നീക്കമാണ് റഷ്യ നടത്തിയിരിക്കുന്നത്. സ്കോട്ട്ലൻഡിനടുത്തുള്ള UK ടെറിട്ടോറിയൽ ജലാതിർത്തിക്ക് അടുത്തെത്തിയ റഷ്യയുടെ കപ്പലിനെ കുറിച്ച് ബ്രിട്ടീഷ് പ്രതിരോധ സെക്രട്ടറി ജോൺ ഹേരി പറഞ്ഞ വാക്കുകളാണിത്. റഷ്യയുടെ യാന്തർ എന്ന് പേരിട്ടിരിക്കുന്ന ചാരക്കപ്പൽ ബ്രിട്ടനിലെത്തിയത് രഹസ്യ വിവരങ്ങൾ ശേഖരിക്കുന്നതിനും ബ്രിട്ടന്റെ അണ്ടർ സീ കേബിളുകൾ മാപ്പ് ചെയ്യുന്നതിനും വേണ്ടിയാണ് എന്നാണ് പ്രതിരോധ സെക്രട്ടറിയുടെ വാദം. കപ്പൽ ബ്രിട്ടീഷ് സമുദ്രാതിർത്തിയിൽ പ്രവേശിച്ച് സൈനിക പൈലറ്റുമാർക്ക് നേരെ ലേസർ ആക്രമണം നടത്തിയെന്ന് ആരോപിക്കുന്ന ബ്രിട്ടീഷ് പ്രതിരോധ മന്ത്രി റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ആദ്യത്തെ ലേസർ ആക്രമണമാണിതെന്നും പറയുകയായിരുന്നു. ഉടൻ തന്നെ ബ്രിട്ടന്റെ പ്രതിരോധ മന്ത്രിക്ക് മറുപടിയുമായി റഷ്യ രംഗത്ത് വരികയും ചെയ്തു. അന്താരാഷ്ട്ര ജലാശയങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു സമുദ്ര ശാസ്ത്ര ഗവേഷണ കപ്പലാണ് യാന്തർ. ബ്രിട്ടന്റെ അണ്ടർ വാട്ടർ ആശയവിനിമയത്തെ ലക്ഷ്യം വെച്ചുള്ളതോ സുരക്ഷയെ ദുർബലപ്പെടുത്തുന്നതോ ആയ ഒരു കാര്യവും റഷ്യ ചെയ്യുന്നില്ല, റഷ്യയുടെ എംബസിയും വ്യക്തമാക്കി. യഥാർത്ഥത്തിൽ എന്താണ് യാന്തർ കപ്പലിന്റെ പ്രത്യേകത? ബ്രിട്ടൻ അവകാശപ്പെടുന്നത് പോലെ ഒരു ചാരക്കപ്പലാണോ യാന്തർ? റഷ്യൻ പതാകയും പറത്തി സമുദ്രത്തിൽ കുതിച്ചോടുന്ന യാന്തർ ഗവേഷണ കപ്പൽ എന്ന് ലേബൽ ചെയ്തിരിക്കുന്ന ഒരു കപ്പലാണ്. റഷ്യയുടെ സായുധ സേനയുടെ രഹസ്യ വിഭാഗമായ മെയിൻ ഡയറക്ടറേറ്റ് ഓഫ് ഡീപ് സീ റിസർച്ച് ആണ് ഇത് പ്രവർത്തിപ്പിക്കുന്നത്. ഏകദേശം 112 അടി നീളമുള്ള ഈ കപ്പലിൽ വിവിധ ആന്റിനകളും മറ്റ് ഉപകരണങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സമുദ്രത്തിന്റെ ഉപരിതലത്തിനടിയിലെ ആഴത്തിലുള്ള പ്രദേശങ്ങൾ പരിശോധിക്കാൻ കഴിയുന്ന മിനി സബ്മറൈനുകളുടെ മാതൃശിപ്പായി പ്രവർത്തിക്കുന്നതിനായാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. യാന്തറിൽ സ്ഥാപിച്ചിരിക്കുന്ന 2 സബ്മേഴ്സിബിളുകൾക്ക് 20,000 അടി ആഴത്തിൽ ഏകദേശം ടൈറ്റാനിക് അവശിഷ്ടങ്ങളുള്ള പ്രദേശത്തേക്കാൾ ഇരട്ടി ആഴത്തിലേക്ക് സഞ്ചരിക്കാൻ കഴിയുമെന്നാണ് പറയപ്പെടുന്നത്. UK അടക്കം പല പ്രതിരോധ മേഖലകളും ഈ കപ്പലിനെ റഷ്യയുടെ ചാരക്കപ്പലായാണ് കണക്കാക്കുന്നത്. കപ്പലിന്റെ പെരുമാറ്റ രീതി കൊണ്ടും സമുദ്രങ്ങളിൽ ചുറ്റിത്തിരിയുന്നത് ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടുമാണ് ഈ ലേബൽ കപ്പലിന് ലഭിച്ചത്. പടിഞ്ഞാറൻ രാജ്യങ്ങളിലെ കടലിനടിയിലെ കേബിളുകൾ രഹസ്യമായി മാപ്പ് ചെയ്യുന്നതിനായി റഷ്യ സമീപ വർഷങ്ങളിൽ ഒരുപാട് പഠനം നടത്തിയിട്ടുണ്ടെന്നും അതിന്റെ ഭാഗമാണ് ഈ കപ്പലിന്റെ വരവുമെന്നാണ് UK അടക്കം പറയുന്നത്. അതിനാൽ തന്നെ UKയുടെ കടലിനടിയിലെ കേബിളുകൾ സംരക്ഷിക്കുന്നതിൽ സർക്കാർ നിരന്തര പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുമാണ് റിപ്പോർട്ടുള്ളത്. ഇത് ആദ്യമായല്ല റഷ്യയുടെ ഒരു ചാരനെ മറ്റ് രാജ്യാതിർത്തിക്കുള്ളിൽ നിന്ന് കണ്ടെത്തുന്നത്. മനുഷ്യനെ ഉപയോഗിച്ചുള്ള ചാരപ്രവർത്തനത്തിന് പിന്നാലെ മൃഗങ്ങളെ ഉപയോഗിക്കുന്നുവെന്ന നിരീക്ഷണം റഷ്യക്കെതിരെ ഉയരാൻ ബലൂഗ ഇനത്തിൽപ്പെട്ട ഒരു തിമിംഗലം കാരണമായിട്ടുണ്ട്. ആർട്ടിക് മേഖലയോട് ചേർന്ന് കാണപ്പെട്ട ഈ തിമിംഗലം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ചാരനാണെന്ന് തന്നെയാണ് കണക്കാക്കിയിരുന്നത്. പിന്നീട് ആ കുപ്രസിദ്ധനെ നോർവീജിയൻ തീരത്തിന് സമീപത്തായി ചത്ത നിലയിൽ കണ്ടെത്തിയിരുന്നു. ഈ തിമിംഗലത്തെ പോലെ തന്നെ സൈനിക ആവശ്യങ്ങൾക്കായി ഡോൾഫിനുകളെ റഷ്യ ഉപയോഗിക്കുന്നതായി നേരത്തെ റഷ്യക്കെതിരെ ആരോപണവും ഉയർന്നിട്ടുണ്ട്. എന്തായാലും ചാരനെ വിട്ടതുകൊണ്ട് മാത്രം കാര്യമില്ല. റഷ്യയ്ക്ക് മുന്നിൽ ബ്രിട്ടൻ അടിയറവ് പറയില്ല. യുക്രൈനെ പിന്തുണയ്ക്കുന്നതിൽ നിന്ന് ബ്രിട്ടൻ പിന്തിരിയില്ലെന്നും ഉറച്ചു പറഞ്ഞിരിക്കുകയാണ് ബ്രിട്ടീഷ് പ്രതിരോധ സെക്രട്ടറി. വർദ്ധിച്ചു വന്ന റഷ്യയുടെ ആക്രമണ രീതികൾ മുന്നിൽ കണ്ടതുകൊണ്ട് ശക്തമായ തീരുമാനം തന്നെയാണ് ബ്രിട്ടനും മറ്റു യൂറോപ്യൻ രാജ്യങ്ങളും റഷ്യക്കെതിരെ എടുത്തിരിക്കുന്നത്. സമീപ മാസങ്ങളിൽ റഷ്യയിൽ നിന്ന് നേറ്റോയുടെ വ്യോമാതിർത്തിയിലേക്ക് ഡ്രോണുകൾ ആവർത്തിച്ച് കടന്നിട്ടുണ്ട്. സമാനമായ മറ്റ് ആക്രമണങ്ങളും നടന്നിട്ടുണ്ട്. ഈ ആഴ്ച പോളണ്ടിൽ നിന്ന് യുക്രൈനിലേക്കുള്ള ഒരു പ്രധാന റെയിൽ ട്രാക്കിലുണ്ടായ സ്ഫോടനത്തിന് പോളിഷ് ഉദ്യോഗസ്ഥർ റഷ്യയാണ് പഴിച്ചതും. ആക്രമണങ്ങൾക്ക് ഒട്ടും കുറവില്ലാതെ മുന്നോട്ടു പോകുന്ന റഷ്യയെയും പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെയും നിലയ്ക്ക് നിർത്താനുള്ള വഴികൾ നോക്കുകയാണ് നേറ്റോയും.